ജീവിത രീതി അങ്ങനെയാണ്. പക്ഷേ ഇവിടെയുള്ള ആ ഒരു സുരക്ഷിതത്വം ഇല്ല എന്നുള്ള വസ്തുത അത് ഇനിയെങ്കിലും പരിഗണിക്കേണ്ട ഒരു വിഷയമാണ്. ഈ നാടോടി സംഘങ്ങൾ വന്ന് തങ്ങുന്ന ഇടങ്ങൾ. ജീവിത രീതി അങ്ങനെയാണ്. ഓരോ സ്ഥലങ്ങളിൽ ചെന്ന് അവർ പേരെടുത്ത്. ടെന്റ് കെട്ടി അവിടെ ജോലി ചെയ്ത് അവർ തിരിച്ച് വേറൊരു സ്ഥലത്തേക്ക് പോകുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ പ്രശ്നം എന്ന് പറയുന്നത് കുട്ടികളുടെ അവസ്ഥ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഇത്രയും കാലത്തെ പിന്നെ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ള ഏറ്റവും ബീഭത്സമായ ദൃശ്യം എന്ന് പറയുന്നത് ഈ കുട്ടികളെ എടുത്ത് ഭിക്ഷ തേടുന്നവരാണ്. നമുക്ക് നമ്മളിപ്പോൾ രാവിലെ നമ്മൾ ഈ ട്രാഫിക് ബ്ലോക്കൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ കാണുന്നില്ലേ, ചുട്ടുപൊള്ളുന്ന വെയിലെന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും വെയിൽ കൊള്ളാറുണ്ട്. ഇത് ചുട്ടുപൊള്ളുന്ന വെയിലാണ്. ഒരു 40 ഡിഗ്രി സെൽഷ്യസിലൊക്കെ ഏതാണ്ട് രാവിലെ ഒരു 6 മണിക്ക് വരെ തുടങ്ങിയാൽ വൈകുന്നേരം വരെ നമ്മൾ അവിടെ കാണാം. നമ്മൾ പലതവണ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നുണ്ടാവും. ഈ വെയിൽ മുഴുവൻ ഈ കുട്ടി ഈ തല ഉറച്ചിട്ടുണ്ടാവില്ലേ, കുട്ടികൾ തല ഉറച്ചിട്ടില്ലാത്ത ഈ കുട്ടികൾ നേരിട്ട് വെയിൽ കൊള്ളുകയാണ്. അപ്പോൾ അതിൽ പലരും ഇവരുടെ കുട്ടികളായിരിക്കില്ല. എന്ന് വെച്ചാൽ പട്ടിണിയോ അല്ലെങ്കിൽ വേറെ എന്ത് ബുദ്ധിമുട്ടും ഇത് അതല്ലല്ലോ. ഇത് നമ്മളിലേക്ക് സൂര്യപ്രകാശം നേരിട്ട് പതിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ അവർ പലപ്പോഴും നമ്മൾ നോക്കിയാൽ മയങ്ങിക്കിടക്കുന്നുണ്ടാവും. ചെറിയ കറുപ്പിന്റെ ഭാഗങ്ങൾ കൊടുക്കുമെന്നാണ്. ഇവരെ ഒരുക്കലെന്നാണ് പറയുന്നത്. അത്രേ ഇവരെ പ്രത്യേക സ്ഥലത്ത് കൊണ്ടുപോയി ഇതിനു വേണ്ടി ഒരുക്കും. ആ ഒരുക്കെന്ന് പറയുന്നത് കുട്ടികളിൽ മർദ്ദനമേൽപ്പിക്കും, കുട്ടിയെ മയക്കിക്കിടത്തും, കുട്ടിക്ക് കരയാൻ വേണ്ടി കുട്ടിയെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വേദനിപ്പിച്ചുകൊണ്ടിരിക്കുമെന്നാണ്. പക്ഷേ ഈ നാടോടികളുടെ കാര്യത്തിൽ അങ്ങനെ അവർ 2 മാസം അല്ലെങ്കിൽ 3 മാസം ഒരു സ്ഥലത്തുണ്ട്. ഇവരിപ്പോൾ വന്നത് തെലങ്കാനയിൽ നിന്നാണ്. ഇവിടെ വന്നത് അവരുടെ പ്രധാനപ്പെട്ട പണി ഉയർന്ന സ്ഥലങ്ങളിലുള്ള തേനീച്ചക്കൂടുകൾ കണ്ടെത്തി അവിടെ ഈ റെസിഡൻസ് അസോസിയേഷൻകാരുടെ കയ്യിൽ നിന്ന്, ഫ്ലാറ്റുകാരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി ആ തേനീച്ചക്കൂട് അവിടെ നിന്ന് ഇളക്കി മാറ്റും. തേൻ അവിടെ വെച്ച് തന്നെ വിൽക്കും അവർ. ഞാനങ്ങനെ വാങ്ങിയിട്ടുണ്ട്. ഈ കെട്ടിടത്തിന്റെ മുകളിൽ നിന്നുണ്ടായിരുന്നു തേനീച്ചക്കൂടുണ്ടായിരുന്നു. അപ്പോൾ ഇവരെന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവരത് എടുത്തിട്ട് ഇവരാണ് ഇതിന്റെ മുന്നിൽ വെച്ച് വിൽക്കും. വളരെ നാച്ചുറൽ തേനാണ് കൊടുക്കുക. അതിനുശേഷം അവർ കുട്ടികളുമായിട്ട് അവർ തുറന്ന ആകാശത്തിന് താഴെ അവർ കിടന്നുറങ്ങുന്നു. അവർ എന്നിട്ട് 2 മാസം കഴിയുമ്പോൾ അവർ മറ്റൊരു സ്ഥലത്തേക്ക് പോകും. ഇവർ പറയുന്നത് അവിടെ അദ്ദേഹത്തിന് കുറേ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. ഓട്ടോറിക്ഷ ഡ്രൈവറുണ്ട്, തൊട്ടടുത്ത് ഇവിടെ പണിയെടുക്കുന്ന ഒരാളുണ്ട്. അവരൊക്കെ രാവിലെ നമ്മളോട് പ്രതികരണം അറിയിച്ചിരുന്നു. പക്ഷേ തുറന്ന ആകാശവും ഉറപ്പുള്ള ഭൂമിയും അത് മാത്രമേ ഉള്ളൂ അവർക്ക്, ഈ നാടോടികൾക്ക്. പിന്നെ നമ്മളെപ്പോലുള്ള അല്ലെങ്കിൽ ഈ ചുറ്റുപാടുമുള്ള നല്ല മനുഷ്യരും. ഇന്നെന്തായാലും പോലീസിന് അവർ നന്ദി പറയുന്നുണ്ട്, നാട്ടുകാർക്ക് നന്ദി പറയുന്നുണ്ട്. ഒരു പോലീസിനെ സംബന്ധിച്ചിടത്തോളം എന്തൊരു റിസ്ക് ആണ് ഇതൊന്നും. എത്രയോ മണിക്കൂറുകൾ കഴിഞ്ഞതിന് ശേഷമാണ്, റെയിൽവേ ട്രാക്കാണ് മുമ്പിൽ കിടക്കുന്നത്. ഒരാൾ എടുത്തു കൊണ്ടുപോയാൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യാൻ സാധിക്കും? ഒന്നും ചെയ്യാൻ കഴിയില്ല.